നമസ്കാരം ചങ്ങായിമാരെ. കാടുകളിലും വീടുകളിലും റോഡുകളിലും എന്തിന് മനുഷ്യരിൽ പോലും ഭീകരത നിറഞ്ഞു നിൽക്കുന്ന ഡെറി നാട്ടിലെ പുതിയ കാഴ്ചകളിലേക്ക് ഏവർക്കും വെൽക്കം. പ്രേതങ്ങളുടെയും തലൈവരായ പെന്നി വൈസിന്റെ വരെ ഫോട്ടോ പതിച്ച ലില്ലിയുടെയും കൂട്ടരുടെയും ഒരു പീക്ക് മൊമെന്റിലായിരുന്നു നമ്മൾ കഥ മുമ്പ് നിർത്തിയത്. പുതിയ അധ്യായം തുടങ്ങുമ്പോൾ ഇടയ്ക്ക് വേറെ ഫ്ലാഷ് ബാക്ക് ഒന്നുമില്ല. സ്ട്രെയിറ്റ് അതിന്റെ തുടർന്നുള്ള സംഭവങ്ങളിലേക്കാണ് പെടലടിച്ച് കയറുന്നത്. പക്ഷെ നമുക്ക് ഈ തുടക്കം തന്നെ എപ്പിസോഡിന്റെ അവസാനത്തിലേക്കൊന്ന് പോയാലോ? എന്താണ് ഇറ്റ് എന്ന ആ എൻറ്റിറ്റി? 1986 സ്റ്റീഫൻ കിങ്ങിന്റെ നോവൽ വായിച്ചവർക്ക് നല്ലവണ്ണം അറിയാം. 2019 ഇറ്റ് ചാപ്റ്റർ 2 കണ്ടവർക്ക് ബ്രീഫായും പിടിയിട്ട് കാണും. ഇപ്പോൾ ഇവിടെ വെൽക്കം ടു ഡെറി നിൽക്കുമ്പോൾ വിശദമായി തന്നെ അറിയാം ആ ചരിത്ര സംഭവം. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് കടന്നു പോകാം നമുക്ക്. മനുഷ്യർ ലോകത്തുണ്ടാവുന്നതിനും കാലങ്ങൾ മുൻപ് ഇരുണ്ട ആകാശത്തുനിന്നായി ഒരു നീചശക്തി, ഈവൽ സ്പിരിറ്റ്, വലിയൊരു നക്ഷത്രത്തിനുള്ളിലായി പൊതിയപ്പെട്ട രീതിയിൽ ഭൂമിയിലേക്ക് വന്ന് പതിച്ചു. ഭൂമിയിൽ പതിച്ച ആഘാതത്തിൽ നക്ഷത്രം പിളർന്ന് തെറിക്കുകയും അതിലുണ്ടായിരുന്ന ആ സ്പിരിറ്റ് സ്വതന്ത്രതയിലേക്ക് എത്തുകയും ചെയ്തു. കാടുകളിലൂടെ കാലങ്ങളോളം അത് അലഞ്ഞു നടന്നു, ലോകത്ത് നമ്മുടെ പൂർവികർ ഉണ്ടാവുന്നത് വരെ. ആ പിശാചിനെ പൊതിയിരുന്ന നക്ഷത്രം ഒരു തടവറയായിരുന്നു, സത്യത്തിൽ ഒരു കൂട്. എക്കാലവും നിലനിൽക്കുന്ന ശക്തി ആ നക്ഷത്ര ചീലുകളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. കൊടൂരമായ പുതിയൊരു രൂപമെടുത്ത ആ പിശാചിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ആ നക്ഷത്ര ചീലുകളിൽ നിന്നൊരു നുറുക്കെടുത്ത് നമ്മുടെ സാമർത്ഥ്യശാലിയായ പൂർവികർ ഒരായുധമുണ്ടാക്കി, ഒരു ഡാഗർ. ഗാലു എന്ന ആ പിശാചിനൊരു പേര് നൽകി. ആ പാവനമായ കടാര എപ്പോഴും അടുത്തുതന്നെ കാത്തുകൊണ്ട് നടക്കുകയും ചെയ്തു. ഗാലു അലഞ്ഞു തിരിയുന്ന പടിഞ്ഞാറൻ കാട്ടിലേക്ക് കടക്കുന്നതിനും തടയിട്ടു. അങ്ങനെ ഈ ചരിത്രം ഒരു ഇതിഹാസമായി, പുരാണമായി കാലാകാലങ്ങൾ കടന്നു പോയിട്ടും പിൻഗാമികളായ ഷോക്കോപിവ എന്ന ഗോത്രവർഗം വിശ്വാസം കാത്തു സൂക്ഷിച്ച് കാട്ടിൽ നിന്നും അകന്നു കഴിഞ്ഞെങ്കിലും ഒരു ദിവസം ആ പ്രദേശത്തേക്ക് യൂറോപ്യൻ കുടിയേറ്റക്കാർ ചിലർ എത്തുകയുണ്ടായി. അവർ ഈ പുരാണത്തെ വകവയ്ക്കാതെ പടിഞ്ഞാറൻ കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയെങ്കിലും അവർ വേട്ടയാടപ്പെട്ടു. കാലങ്ങൾക്കിപ്പുറം ഗാലുവിൻ്റെ ടെറിട്ടറിയിലേക്ക് മനുഷ്യർ കടന്നതോടെ ഇനി പടിഞ്ഞാറൻ കാട്ടുവിട്ട ആ പിശാച് വൈകാതെ പുറത്തേക്ക് വേട്ടയാടാൻ ഇറങ്ങുമെന്ന് മനസ്സിലാക്കി ഈ ഗോത്രവർഗം തങ്ങളുടെ ഭൂമി ഉപേക്ഷിച്ച് അതിജീവനത്തിനായി മറ്റു ദേശത്തേക്ക് കുടിയേറാൻ തീരുമാനിച്ചു. യുദ്ധത്തലവയായ സെസ്കി എന്ന ശക്തമായ ധീരയോദ്ധാവിൻ്റെ മകളായിരുന്നു നെക്കാനി. അവൾ തൻ്റെ കൂട്ടരുമൊത്ത് ഒരു പദ്ധതിയിട്ടു. ആ നക്ഷത്ര ചീളുകൾ ഇനിയും കണ്ടെത്തി തിരികെ സ്വന്തം ആൻസിസ്റ്റേഴ്സ് ഉറങ്ങുന്ന നാട്ടിലേക്ക് പോയി സ്വസ്ഥമായി ജീവിക്കാൻ. അങ്ങനെ സേക്രഡായിട്ടുള്ള കടാരിയും കയ്യിൽ വെച്ച് ആ ഒരൊറ്റ ധൈര്യത്തിൽ അവർ പടിഞ്ഞാറൻ കാട് കയറി ഗാലു പെയ്തു വീണ ആ ഗുഹ കണ്ടെത്താനുള്ള സാഹസം തുടങ്ങി. തൻ്റെ മകളെയും മറ്റു കുട്ടികളെയും കാണാനില്ലെന്നറിഞ്ഞ് സെസ്കി കാര്യം മനസ്സിലാക്കി ഉടൻ തന്നെ കാട്ടിലേക്ക് ഒരു തെരച്ചിൽ സംഘവുമായി പോയെങ്കിലും അവരുടെ കയ്യിൽ ഗാലുവിനെതിരെ പോരാടാൻ കുറെ മര അമ്പുകളല്ലാതെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഗാലു ഈ സംഘത്തിനുമേൽ കടന്നുകൂടി. അവർ ഓരോരുത്തരുടെയും പേടിസ്വപ്നമായ രൂപങ്ങളായി ഉടലെടുത്തു. ഇന്ത്യൻസിൻ്റെ വില്ലന്മാരായിരുന്ന കൊളോണിസ്റ്റുകളുടെയും മറ്റും രൂപത്തിൽ. അങ്ങനെ സംഘത്തെ പിരിച്ച് നശിപ്പിച്ചൊടുവിൽ അതിശക്തിയായ പോരാളി സെസ്കിക്ക് വരെ അടിയറവ് വെക്കേണ്ടി വന്നു. അവർക്ക് മുന്നിൽ ഒരു പുരോഹിതന്റെ രൂപത്തിൽ എത്തിയ ഗാലുവിൻ്റെ മുന്നിൽ ശക്തമായി പോരാടാൻ ശ്രമിച്ചെങ്കിലും ആ പിശാച് രൂപമൊക്കെ മാറി ഒരു ആജാനുബാഹുവായി, തുടർന്ന് നെഞ്ചു പൊട്ടിത്തെറിച്ച് അതിനുള്ളിൽ ഒരു വികൃതമായ കുഞ്ഞ്, മുൾക്കീരിടമൊക്കെ ധരിച്ചത്. അതിനെ കാട്ടി കാണുന്നിൻ്റെ ദൈവത്തെ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന കുന്തം വെച്ച് കുത്തിയ ശേഷം അവരെ ഭക്ഷിക്കാൻ തുടങ്ങിയതും ശബ്ദം കേട്ട് ഓടിയെത്തിയ നെക്കാനിയുടെ കയ്യിലെ കടാര കണ്ടത് പിൻവാങ്ങി ഓടി. പക്ഷേ സെസ്കിയുടെ വിധി അവിടെ ജീവൻ വെടിയാനായിരുന്നു. താൻ മൂലം അമ്മ മരണപ്പെട്ടപ്പോൾ നെക്കാനിക്ക് മനസ്സിലായി ഈ ജനങ്ങൾക്ക് വേണ്ടി ഇനി സുരക്ഷ ഒരുക്കേണ്ടത് തൻ്റെ കടമയാണെന്ന്. അമ്മയുടെ മരണത്തിൻ്റെ പകപോക്കലിനായി അവൾ ഒരിക്കൽ കൂടി കാട് കയറി ആ ഗുഹ കണ്ടെത്തി അവിടെ ചിതറിക്കിടപ്പുള്ള നക്ഷത്ര ചീളുകൾ കഴിയാവുന്നത്ര എടുത്ത് അങ്ങനെ 13 തകിടുകളിലാക്കി ആ ഈവിൾ സ്പിരിറ്റുള്ള കാടിൻ്റെ 13 കോണുകളിലായി കുഴിച്ചിട്ടു. കുഴിച്ചിട്ട ഏരിയ അറിയാനായി അവിടെ വിറക് വെച്ച് തീ കൊളുത്തുകയും ചെയ്തു. അങ്ങനെ ഈ സ്തംഭങ്ങൾക്കുള്ളിലായി ഗാലുവിനെ തളച്ചു. തങ്ങളുടെ വംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇതെന്നും നിലനിർത്തുമെന്ന ശബ്ദവും എടുത്തു. അങ്ങനെ ഇതാണ് ഇറ്റ് എന്ന കോസ്മിക് എൻറ്റിറ്റിയുടെ ഭൂമിയിലേക്ക് വന്ന ഒറിജിൻ സ്റ്റോറി. കുറേ പേരുടെ ചില സംശയങ്ങളൊക്കെ മാറിയെന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു സ്ഥലത്താണ് മക്കളെ നമ്മുടെ ഡിക്കും ഷായും സംഘവുമൊക്കെ ആ പുതച്ചു മൂടി ആയുധം അന്വേഷിച്ച് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഗാലു എന്ന വെപ്പൺ. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാം. നേരം വെളുക്കുന്നവരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ലില്ലിയും റോണിയും വില്ലും പിന്നെ റിക്കാർഡോ സാൻഡോ, അതായത് റിച്ച്, ഇവരെല്ലാം കൂടി സൈക്കിളിൽ പാഞ്ഞ് ചീഫ് ബോവേഴ്സിൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്, പ്രൂഫുകളായ ഫോട്ടോസും കൊണ്ട്. ബോവേഴ്സിനോട് മുന്നേ ലില്ലി പറഞ്ഞിരുന്നില്ലേ നടന്ന സംഭവത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ കഴിയുന്നില്ലെന്നും നല്ല ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ. ഇപ്പോൾ ലില്ലിക്ക് ആ ഫോട്ടോസ് എടുത്ത് ചീഫിൻ്റെ മുന്നിലേക്ക് വെച്ചിട്ട് എനിക്ക് പറയാൻ കഴിയില്ല, പക്ഷേ കാണിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് റിച്ച് അവൻ്റെ ബുദ്ധി വെച്ച് ആ ബിൽഡപ്പ് കുറയ്ക്കാൻ അറിയാതെയാണെങ്കിലും ശ്രമം നടത്തുന്നുണ്ട്. സാറേ, അവിടെ സെമിത്തേരിൽ ടെഡിയുടെയും എൻ്റെ മാമൻ്റെയൊക്കെ പ്രേതമുണ്ട്, ഞങ്ങളിന്നലെ രാത്രി കണ്ട് പേടിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് പോലീസുകാർക്ക് ചോദ്യം ഉണ്ടാക്കുന്നത് നിങ്ങളെന്ത് രാത്രി സെമിത്തേരിൽ പോയെന്നു. അതുവഴി യാദൃശികമായി പാസ് ചെയ്തു പോയതാണെന്ന് വില്ല് പറയുന്നതിലും കൃത്യസമയത്ത് ഇതെല്ലാം വരുമെന്ന് പറഞ്ഞ് പകർത്താൻ ക്യാമറയും കയ്യിൽ വെച്ചിരുന്നോ
എന്ന ചോദ്യത്തിന് അനക്കമില്ല. ലില്ലി ഒരവസരത്തിന് തയ്യാറെടുത്ത് തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ ബൊവേഴ്സും ഓഫീസേഴ്സും ഫോട്ടോസ് എടുത്ത് നോക്കുന്നതും അവർക്ക് ഞെട്ടൽ. ആ ഞെട്ടലിനേക്കാളും ഞെട്ടലാണ് കുട്ടികൾക്ക്. കാരണം ആ ഫോട്ടോസിൽ നമ്മൾ മുന്നേ കണ്ട ടെഡിയുടെയോ സൂസിയുടെയോ ഒരു രൂപവുമില്ല. പിള്ളേരെ കളത്താനായിട്ട് പോലീസുകാർ റിയാക്ഷൻ ഇട്ടതാണ്. ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമുണ്ട്. പക്ഷേ വില്ല പകർത്തിയ ക്ലൗൺ ഫോട്ടോയിലുണ്ട്. ദൂരെ നിന്ന് നോക്കുന്ന പോലുള്ള ആ ചിത്രം കണ്ട് അതൊരു പ്രതിമയാണെന്ന് പറയുന്നത് കേട്ട് ലില്ലി ചൂടാവാൻ തുടങ്ങുന്നതും ബൊവേഴ്സ് അവളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും വിടണോ എന്ന ഭീഷണി മുഴുക്കി അവരെ പറഞ്ഞു വിടുന്നു. പോലീസിന്റെ കാര്യത്തിൽ തലയിടരുതെന്ന് ഇവരോട് താക്കീത് നൽകിക്കൊണ്ട്. കാരണം ഈ പ്രേതവും പിശാചിനെയൊക്കെക്കാൾ മാരകമാണ് ഞങ്ങളുടെ രീതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോൾ ഒരു രാത്രിയിലെ പ്രതീക്ഷകളും ഉറക്കമുളപ്പും വെറുതെ ആയിരിക്കുകയാണ്. എന്ത് കഷ്ടം. ആ രാക്ഷസൻ നമ്മളെ വെച്ച് കളിക്കുവാണെന്നുള്ള സംസാരമാണ് പിന്നെ ഈ കൂട്ടർക്ക്. വില്ലിന് അറിയേണ്ടത് ഈ ഡെറി ടൗണിൽ ഇതിനു മുമ്പ് ഇങ്ങനെ എന്തേലും നടന്നതായിട്ടുള്ള ചരിത്രമുണ്ടോ എന്നാണ്. ലില്ലിയുടെ അമ്മ പണ്ട് മുതൽക്ക് ഇവിടെ ജീവിച്ച് വളർന്നതാണ്. പക്ഷേ അവൾക്ക് ചോദിക്കാൻ മടി. ഇനി എങ്ങാനും പ്രേതം ഭൂതമെന്ന് പറഞ്ഞിട്ട് വേണം ജൂനിപ്പർ ഹില്ലേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ. വലിയവരാരും തങ്ങളുടെ കഥ വിശ്വസിക്കാൻ പോണില്ലെന്നിരിക്കെ ഒരാൾക്ക് ഞാൻ പറയുന്ന കാര്യമായി എടുക്കാൻ കഴിയും എന്ന് ലില്ലി പറഞ്ഞെത്തുന്നത് ആ ലേഡിക്കടുത്തേക്കാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപോയ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ലേഡി. ലില്ലിയോട് നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ സംസാരിക്കുന്ന ഇവരാണ് ഇൻഗ്രിഡ്. ഒരു കോഫി ടൈം സെറ്റാക്കി ഇരുവരും സംസാരിക്കുമ്പോൾ ഇൻഗ്രിഡ് ഓർത്തെടുക്കുന്നത് വലിയ കാര്യമൊന്നും അല്ലെങ്കിലും 30കളിൽ ഇതുപോലെ കുട്ടികളെ മിസ്സിംഗ് ആവുന്നതായിട്ടുള്ള സംഭവങ്ങൾ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ മിക്കവരും മുഴുപട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആയിട്ടുള്ള സമയമാണ്. പിള്ളേരൊക്കെ സഹിക്കവായത് ഓടി രക്ഷപ്പെട്ടതായിരിക്കാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ എന്തായാലും ലില്ലി പറഞ്ഞ പോലെ പ്രേതഭൂതങ്ങളുടെ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഇൻഗ്രിഡ് അവൾക്ക് പ്രചോദനം കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വന്ന അനുഭവത്തിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കണമെന്നും നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലെന്നും മോട്ടിവേറ്റ് ചെയ്തിട്ട്. മറ്റൊരു കോഫി ടൈം നമ്മൾ കാണുന്നത് ഷാർലറ്റും റോസും ഒത്തുള്ളതും. വീട്ടിലേക്ക് ആൻറ്റിക്സുമായി എത്തിയതാണ്. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കാമെന്നുള്ള റോസിൻ്റെ നല്ല മനസ്സ്. അനന്തരവൻ ടാനിയൽ ഐറ്റംസ് ഒക്കെ എടുത്തു വെക്കുമ്പോൾ ഉള്ളിൽ ഇരുവരും തമ്മിലുള്ള സംഭാഷണം നോക്കിയാൽ റോസിന് ഹാൻലണെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ആളെങ്ങനെ പോകുന്നു, പൈപ്പ് ലാൻഡ് കുഴിയെടുക്കുന്നതൊക്കെ എവിടം വരെയായി എന്നൊക്കെ തിരക്കുന്നതിലും ഷാർലറ്റിൻ്റെ പ്രശ്നം ഹാൻലൺ ഒന്നും വിട്ടു പറയാറില്ല. ഡ്യൂട്ടിയിലെ സംഭവങ്ങൾക്കെല്ലാം ഒരു പ്രൈവസി ഉണ്ട് മേജറിന്. ഓൾറെഡി കുട്ടികളുടെ മിസ്സിങ്ങും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നീഗ്രോയെ പിടികൂടിയെന്നുമുള്ള വാർത്ത വായിച്ചിരിക്കുകയാണ് റോസ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഇതേക്കുറിച്ച് ഷാർലറ്റ് സംസാരിച്ച് പുതുതായി എത്തി എന്ന നിലയിൽ എന്തെങ്കിലും പ്രശ്നം ഈ നാട്ടിലുണ്ടോ, താൻ മകൻ്റെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണോ എന്നൊക്കെയുള്ള ശങ്കകൾക്ക് റോസിൻ്റെ മറുപടി. ഡെറി അതിമനോഹരമായ ടൗണാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഇതുപോലെ നടക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ മേൽ എപ്പോഴും ശ്രദ്ധയുള്ളത് ഒരു നല്ല കാര്യം തന്നെയല്ലേ. നമുക്കറിയാം റോസിനെ അറിയാവുന്നതും അനുഭവിച്ചതുമായ കുറേ ഭീകരാനുഭവങ്ങളുണ്ട്. പക്ഷേ അതൊന്നും മെൻഷൻ ചെയ്യാതെ ഒരു സിമ്പിളായിട്ടുള്ള അഡ്വൈസ് ഇപ്പോൾ ഷാർലറ്റിന് നൽകുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇനി നമുക്ക് ഷൈനിങ് മാൻ്റെ വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം. ഡിക്ക് മുന്നേ ആ കൊടൂര വിഷയത്തിനു ശേഷം ക്ലിനിക്കിൽ കിടക്കെ ഷാ വന്നിട്ട് എന്തേലും ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞതേ തുടർന്ന് തൻ്റെ ഗ്യാങ്ങിന് മഴയിലൊന്നും ചോർന്നൊലിക്കാത്ത ഒരു സംവിധാനം കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. ഒരു സ്പെഷ്യൽ ഔട്ട് ഹൗസ് പോലെ എയർബേസിൽ നിന്ന് കുറച്ച് ദൂരെ കാട്ടിലായിട്ടുള്ള ഒരു ഷെഡ് അവർക്കങ്ങനെ സെറ്റായിട്ടുണ്ട്. ഡീകമ്മീഷൻഡായ ഷെഡാണ്. അത് പോയിന്ന് കാണുമ്പോൾ നല്ല ആംബിയൻസൊക്കെയാണ്. ബേസിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പണ്ടേ ഉപേക്ഷിക്കപ്പെട്ട ഈ ക്യാബിന് മൊത്തം ഒന്ന് അടിച്ചുവാരി മെനയൊക്കെ എടുക്കേണ്ടതുണ്ട്. കൂട്ടർക്ക് ഇതിന് സന്തോഷമാണെങ്കിലും ഡിക്കിന് തലയ്ക്കുള്ളിൽ അലട്ടുണ്ടാക്കുന്ന കുറേ ഇരുണ്ട കാഴ്ചകളാണ്. പ്രത്യേകിച്ച് ആ ചോപ്പറിൽ വെച്ചുണ്ടായ വിഷയത്തിന് ശേഷം. പിള്ളേരെടുത്ത ഫോട്ടോസ് കൊണ്ട് എന്തായാലും ഒരു ഗുണമുണ്ടാവുന്നുണ്ട്. വില്ല് അവൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ചിത്രങ്ങൾ ഷാർലറ്റ് കണ്ടെത്തി അവനോട് എന്താ നടക്കുന്നതെന്ന് തിരക്കുന്ന വഴി തുറന്നു പറയുന്നു. സുഹൃത്ത് റോണിയുടെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കുന്നതിനെക്കുറിച്ചും അവളെ സഹായിക്കാൻ നടക്കുന്നതുമൊക്കെ. ഷാർലറ്റ് പത്രത്തിൽ മുന്നേ ഇതേപ്പറ്റി കണ്ടതുകൊണ്ട് അവനധികമൊന്നും വിശദീകരിക്കേണ്ട ആവശ്യം വന്നില്ല. റോണിക്ക് വേണ്ടി എന്തേലും ചെയ്യാൻ വേണ്ടിയിട്ട് സെമിത്തേരിയിൽ പോയതും അവിടെ വെച്ച് എന്തൊക്കെ പേടിപ്പിച്ചും പിടിക്കാനിട്ട് ഓടിച്ചതുമൊക്കെ പേടിച്ച് കരഞ്ഞ് അവൻ മനസ്സ് തുറക്കുന്നതോടെ ഒരു റിലീഫ് ഉണ്ടാകുന്നത് ഷാർലറ്റ് ഇതൊന്നും തള്ളിക്കളയുന്നില്ല. എന്തായാലും ഞാനൊന്ന് തിരക്കട്ടെ, പക്ഷേ നീ കുറച്ച് നാളത്തേക്ക് സ്കൂള് വീട് സ്കൂള് അത് മാത്രം മതിയെന്ന് നിർദ്ദേശിക്കുന്നു. രാത്രി തോന്നിയ പോലെ നടന്നത് ഹാൻലൻ അറിഞ്ഞാൽ വില്ലിനെ പിന്നെ ഓണമാണ്. തൽക്കാലം ഇത്തവണത്തേക്ക് മാത്രം ഇത് അച്ഛനോട് പറയുന്നില്ലെന്ന് അവനെ ഒന്ന് സമാധാനപ്പെടുത്തി ഡിന്നർ ടൈമിൽ മകനോട് അച്ഛൻ സ്കൂൾ ദിനങ്ങളെക്കുറിച്ച് കാഷ്വലായി ചോദിക്കുന്നതിലും വില്ലിന് പറയാനൊരു മടി. സിറ്റുവേഷൻ നോർമലാക്കാൻ ഷാർലറ്റ് ഒരു പെണ്ണിനെ അവൻ കണ്ടുമുട്ടി എന്ന് തുടങ്ങുന്നതും അവൻ എണീച്ചു പോകുന്നു. റോണിയോട് ഒരു സ്പെഷ്യൽ അഫെക്ഷൻ എന്തായാലും അവൻ്റെ ഉള്ളിലുണ്ട്. വില്ല് പോയി കഴിഞ്ഞ് ആ പെൺകുട്ടി വെളുപ്പാണോ കറുപ്പാണോ എന്നുള്ള രസകരമായ സംസാരം തുടങ്ങവേ ഷാർലറ്റ് ഹാൻലനോടായി വീക്കെൻഡ് ഫ്രീ ആണെങ്കിൽ വില്ലിനെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ കൊണ്ടുപോകാൻ പറയുന്നു. അവനൊരു നേരം പോക്കും ആവുമല്ലോ. അങ്ങനെ വീക്കെൻഡ് ആകുമ്പോൾ ഇരുവരും സമയം ചെലവഴിക്കുന്നത് ഡെറിയിലെ ഒരു പുഴയിൽ നിന്നും മീൻ പിടിച്ചുകൊണ്ടാണ്. പുതിയ കാമുകയെപ്പറ്റി ചോദിച്ചും വില്ല് ചമ്മലോടെ അങ്ങനൊന്നും ഇല്ലെന്ന് നിൽക്കുമ്പോഴാണ് അവൻ്റെ ചൂണ്ടയിലൊരു മീൻ കൊളുത്തുന്നത്. അടുത്തേക്ക് വലിച്ചെത്താറാവുമ്പോഴേക്കും ചൂണ്ട പൊട്ടി പോകുന്നതിനെ തുടർന്ന് ഹാൻലൺ തൻ്റെ റോഡ് കൊടുത്തിട്ട് ടങ്കീസും ലൂറും എടുക്കാനായി കാറിനടുത്തേക്ക് പോകുമ്പോൾ ഒരു സംഭവം നടക്കുവാണ്. ആ വിജനമായ പ്രദേശത്തായി അവൻ്റെ അടുക്കിലേക്ക് ഒരു മീൻ വന്ന് നിന്നിട്ട് മെല്ലെ താഴ്ന്നു പോകുന്നതും പൊടുന്ന രണ്ട് കൈകൾ വന്ന്
പൊള്ളി നിൽക്കുന്ന ഹാൻലാൻ്റെ ഭീകരരൂപം. ആ രൂപം സത്യത്തിൽ വില്ലിൻ്റെ മനസ്സിലുള്ളതാണ്. കാരണം മുമ്പുണ്ടായ പ്ലെയിൻ ആക്സിഡൻറ്റിൽ ഗുരുതരമായി പൊള്ളി പരിക്കേറ്റ് കിടന്ന ഹാൻലാൻ്റെ ഫോട്ടോ അവൻ എങ്ങനെയോ കാണാനിടയായിട്ടുണ്ട്. ഇപ്പോൾ ഈ വിഷൻ വന്നിട്ട് നീ ഉടനെ എരിഞ്ഞു പൊള്ളും എന്ന് പേടിപ്പിച്ച് മുക്കവേ ശബ്ദം കേട്ട് ഓടിയെത്തി ഹാൻലൺ പിടിച്ചു പൊക്കുന്നു. പ്ലെയിൻ ആക്സിഡൻറ്റും പൊള്ളലെന്നൊക്കെ പുലമ്പെന്ന് കേട്ട് ഹാൻലണ് ഇതവരുടെ ട്രോമയാണെന്ന ധാരണയിൽ നിർത്താൻ വഴക്ക് പറയുന്നെങ്കിലും അയാൾ ഞെട്ടുന്നത് ഇവൻ്റെ ഇരു കൈകളിലും ആരോ പിടിച്ചു പോലുള്ള പാട് കാണുമ്പോൾ. ഇവിടെ എന്തോ കുഴപ്പമുണ്ടാച്ചാ എന്ന് വരണ്ടു നിൽക്കെ അവർ കാണുന്ന ഒരു കൊച്ചു കാഴ്ച. എന്നാൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഒരു ചുവന്ന ബലൂൺ അങ്ങനെ പാറിപ്പോവാണ്. ആ ഒരു സാന്നിധ്യം അവിടെ മൊത്തവുമുണ്ട്. റഷ്യ ക്യൂബയിലേക്ക് സന്ദർശനം നടത്തിയെന്നും ഇതിൻ്റെ പിന്നിൽ മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുമുള്ള ന്യൂസ് റിപ്പോർട്ട് കേൾക്കുന്ന ബോവേഴ്സിൻ്റെ അടുത്തേക്ക് ഷാർലറ്റ് ഒരു വിസിറ്റ് നടത്തുന്നുണ്ട്. വിൽ വഴി അവർ പോലീസിനെ സമീപിച്ച കാര്യം അറിഞ്ഞ് ചെല്ലുമ്പോൾ ശാന്തമായി കുട്ടികളുടെ മിസ്സിംഗ് കേസിനെ കുറിച്ചും ഹാങ്കിനെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും സംസാരിക്കുന്നു. ചോദിക്കുന്നതിൽ ക്ഷമിക്കണം, ഒരു നിരപരാധിയല്ലല്ലോ സാർ നിങ്ങൾ അഴിക്കുള്ളിലാക്കിയിട്ടുള്ളത് എന്നുറപ്പല്ലേ എന്ന അവരുടെ ചോദ്യത്തിന് ബോവേഴ്സ് അത് ഓൾറെഡി തെളിയിച്ചതാണെന്നും ഹാങ്ക് രോഗൻ പറഞ്ഞത് കള്ളമാണെന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്നും റീപ്ലൈ ചെയ്യുന്നു. ഒന്ന് ഹാങ്കുമായി സംസാരിക്കാൻ ചോദിക്കുന്നതിലും യാതൊരുവിധ ബന്ധവും ഉത്തരവാദിത്വവും ഇല്ലാത്തത് മൂലം പറ്റില്ലെന്ന് ഷാർലറ്റിനെ പറഞ്ഞു വിടുമ്പോൾ ഇവളൊരു തലവേദനയാവുമോ എന്ന ആശങ്ക ബോവേഴ്സിൻ്റെ ആ നോട്ടത്തിൽ തന്നെ കാണാം. എന്നാൽ എരിയുന്ന കനൽ ഉള്ളിലുള്ള ഷാർലറ്റ് അങ്ങനെ വെറുതെ നിൽക്കുമോ? സംസാരിച്ചത് വെച്ച് ഹാങ്കിൻ്റെ ഫുൾ നെയിം മനസ്സിലാക്കി ഡയറക്ടറി വഴി ഫോൺ നമ്പർ സംഘടിപ്പിച്ച് സംസാരിച്ച് അയാളുടെ വീട്ടിലേക്ക് എത്തിപ്പറ്റുന്നു. ചെയ്യാത്ത കുറ്റത്തിന് ജയിലായ കുറേ സ്വന്തം നിറക്കാരെ വിടുതല ചെയ്യിപ്പിക്കാൻ സമരം നടത്തിയ ആളാണ് താൻ. മകൻ വിൽ പറഞ്ഞത് വെച്ച് ഹാങ്ക് ഇന്നസെൻ്റ് ആണെന്ന മൈൻഡിൽ അയാളുടെ അമ്മയുമായി ഒരു വ്യക്തത വരുത്താൻ സംസാരിക്കുമ്പോൾ അവരും കരുതിയിരുന്നത് അന്നേ രാത്രി ഹാങ്ക് മുറിയിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതോ ഒരു സ്ത്രീ പുറത്തു വെച്ച് കണ്ടതായി പറഞ്ഞെന്ന് കേട്ടപ്പോൾ അമ്മയ്ക്കത് വലിയ വിഷമമായി. പക്ഷേ 101% ഉറപ്പായൊരു കാര്യം, എൻ്റെ മോൻ കുട്ടികളെ പോയിട്ട് ഒരു ഈച്ചയെ പോലും നോവിക്കില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും കാണുന്നത് നമുക്കറിയാം ഹാങ്ക് നിരപരാധിയാണെന്ന് അല്ലേ? മേജർ ഹാൻലണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു അനുഭവം ഉണ്ടായപ്പോൾ കുറേ ആലോചിച്ച് കാണാനെത്തുന്നത് അയാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഡിക്ക് ഹലോറൻ്റെ അടുത്തേക്കാണ്. ഡിക്ക് ഈ സമയം സംഘവുമൊത്ത് ആ ക്യാബിൻ അടിച്ചുവാരി വൃത്തിയാക്കുന്ന ദൗത്യത്തിലാണ്. പാട്ടും ചിരിയുമൊക്കെയായി വൃത്തിയാക്കി വേസ്റ്റ് ചാക്ക് പുറത്തേക്ക് കൊണ്ടുപോയി ഡംപ് ചെയ്ത് നിൽക്കെ പൊടുന്നനെ ഡിക്കിനൊരു തലപരിപ്പ്. ഷൈനിങ് അലർട്ട് ഉണ്ടാകുമ്പോൾ വീണ്ടും കുറേ ഫ്ലാഷുകൾ. അയാളുടെ അമ്മാമ്മയുടെ തന്നെ. നോക്കുമ്പോൾ അതാ കാട്ടിലായി നിൽക്കുന്നു അമ്മാമ്മ. ഡിക്കിനോടായി വീണ്ടും ഒരു വാണിംഗ് പോലെ പറയുന്നത്, സൂക്ഷിക്കണം മോനെ, ആർക്കും തുറന്നു വരാൻ പറ്റാത്ത പോലെ മുറുക്കി അടച്ചിരിക്കണമെന്നും എന്ന് പറഞ്ഞിട്ട് കുറേ അങ്ങും ഇങ്ങും തൊടാത്ത വാക്കുകൾ. ആ ഇറിറ്റേഷനിൽ നിൽക്കെയാണ് ഹാൻലൺ തിരക്കി അറിഞ്ഞ് അവിടേക്ക് എത്തുന്നത്. കേണലും ചെറലുമൊക്കെ മർമ്മപ്രധാനമെന്ന് പറയുന്ന ഓപ്പറേഷൻ പ്രീസെപ്റ്റ് സത്യത്തിൽ എന്താണെന്ന് തിരക്കുന്നതിലും ഡിക്ക്, പൊന്നു സഹോദര, അതിലൊന്നും തലയിടാതിരിക്കുന്നതാണ് നല്ലത്, നമുക്കെല്ലാം എന്നൊഴിഞ്ഞു മാറി വേറെ വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നതിലും ഹാൻലൺ ഇപ്പോൾ അത് കേൾക്കാനുള്ള കൂളിലല്ല. സ്വന്തം മകനെ എന്തോ ഉപദ്രവിച്ച് അവൻ പേടിച്ച് വിരണ്ടു പോയിരിക്കുവാണ്. എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞേ തീരും. മകൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തിരക്കിയ ശേഷം ഡിക്ക് ഷൗട്ട് ചെയ്യുന്നത് അയാൾക്ക് വ്യക്തമായി അറിഞ്ഞൂടാ. ഈ പറയുന്ന ആയുധവും പട്ടാളക്കാർക്ക് പേടിസ്വപ്നമായ സംഭവം ഒന്നും അതറിയണമെന്ന് പോലും തോന്നുന്നില്ല. ഹലോറാൻ്റെ ഈ വാക്കുകളിൽ നല്ല ടെൻഷനുമുണ്ട്. എന്തായാലും മകൻ്റെ കാര്യത്തിൽ സോറി പറഞ്ഞു പോകുന്നു. വെള്ളത്തിൽ ഹാൻലണിൻ്റെ പൊള്ളി രൂപം കണ്ടതും വില്ലിൻ്റെ കയ്യിലായി മുറിപ്പാടുകൾ കണ്ടതെക്കുറിച്ച് പറഞ്ഞിട്ടും ഒന്നും ഡിക്കിന് വ്യക്തമായി ഒന്നും പറയാനാവുന്നില്ല. അതിനർത്ഥം അയാൾക്കും ഇനിയും അറിയാത്ത കുറേ കാര്യങ്ങൾ ഡെറിയിൽ നടക്കുന്നുണ്ട്. വില്ലിൻ്റെ ഈ പിഴയെടുത്തുണ്ടായ അനുഭവം സുഹൃത്തുക്കളോട് പങ്കുവെച്ച് അച്ഛൻ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നേൽ മരിച്ചുപോയനെ എന്ന് പറഞ്ഞിരിക്കെ അവർ തന്നെ തോന്നുവാണ്, ചിലപ്പോൾ ഈ സാധനം എന്തുകൊണ്ട് നമ്മളെ കൊല്ലാതെ പേടിപ്പിക്കാൻ നോക്കുന്നതായിക്കൂടാ. മുന്നേ മാറ്റിയും ഫില്ലും ടെഡിയും ഒക്കെ ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുന്നേ എന്തോ വീട് അനുഭവങ്ങൾ ഉണ്ടാകായി പറഞ്ഞിട്ടുള്ളത് ലില്ലിക്കറിയാം. ഇതോടെ വില്ല് അവൻ്റെ സയൻസ് മൈൻഡ് വെച്ച് ഒരു തിയറിയിലെത്തുന്നത് വേട്ടമൃഗങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇരകളെ ആദ്യമേ പേടിപ്പിക്കുക എന്നത്. പേടിപ്പിക്കുമ്പോൾ മൃഗങ്ങൾക്കായാലും മനുഷ്യർക്കായാലും ഉള്ളിൽ ഹോർമോൺ റഷ് ഉണ്ടാകും. നമ്മുടെ ഫിയർ ഹോർമോൺസായ കോർട്ടിസോളും അഡ്രിനാലിനും വെച്ച് തകർക്കും. ഈ സമയം രൂപപ്പെടുന്ന ഒരു പ്രത്യേകതരം ഗന്ധമുണ്ട്. അത് ഈ വേട്ടമൃഗങ്ങൾ അതിൻ്റെ ഇരയെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്തിന്? തിന്നാൻ. റിച്ചിന് ഞെട്ടൽ. ഇനി നമ്മളെ പേടിപ്പിക്കുന്നത് ഈ പണ്ടാരത്തിന് തിന്നാൻ വേണ്ടിയിട്ടാണോ എന്ന്. പെന്നി വയസ്സിൻ്റെ രീതിയും ഫീഡ് ഓൺ ഫിയർ ആണെന്ന് അറിയില്ലേ? ബ്രോണി ആകട്ടെ ഈ പറയുന്നതൊക്കെ ഉള്ളതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ അച്ഛനെ രക്ഷിക്കാൻ എല്ലാ വഴിയിലൂടെയും പോയി നോക്കുക എന്ന മൈൻഡാണ്. ഉറക്കത്തിൽ പോലും പേടിക്കുന്ന നമ്മളൊക്കെ പേടിക്കാണ്ടിരിക്കുക എന്ത് ചെയ്യുമെന്നുള്ള ആശയക്കുഴപ്പത്തിൽ ലില്ലിക്കൊരു ബുദ്ധി. പേടിയും പ്രശ്നങ്ങളുമെല്ലാം മാജിക്ക് പോലെ അലിച്ചു കളയുന്ന ഒരു ഐറ്റമുണ്ട്. അവളുടെ മമ്മി നാക്കിൻ്റെ അടിയിൽ വയ്ക്കുന്ന പിൽസ്, ആങ്സൈറ്റിക്ക് ഉപയോഗിക്കുന്ന വാലിയം, നമ്മൾ മുമ്പ് ടുഗദറിലൊക്കെ കണ്ടില്ലേ ആ പിൽസ്. ഇതവൾ 4 എണ്ണം മമ്മി അറിയാതെ സംഘടിപ്പിച്ച് പിറ്റേ ദിവസം തന്നെ ഫ്രണ്ട്സിനും കൊടുത്ത് പെരുസാ പ്ലാൻ പണ്ട്ര. ഇതിനിടയ്ക്ക് നമ്മുടെ മാർജില്ലേ, അവൾ ലില്ലിയുമായി എങ്ങനെയും ഒന്നുകൂടി അടുത്ത് കൂടാൻ ശ്രമിക്കുന്നുണ്ട്. പാറ്റി കേക്സിൻ്റെ നിർബന്ധത്തിൽ അടുത്തെന്തോ പ്രാങ്ക് ഒപ്പിക്കാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്ലാസ്സിലിരുന്ന് പ്രൊജക്ടറിൽ നമ്മൾ പണ്ട് ചാർലി ചാപ്ലിൻ്റെ ദ കിഡ് കണ്ട പോലെ അവരെഴുന്ന ഓരോ കാഴ്ചകളൊക്കെ കാണുവാണ്. ഇവിടെ വെച്ച് മാർജ് ലില്ലിയെ ഒരു തരത്തിൽ കൺവിൻസ് ചെയ്ത് അവളെ ലഞ്ചിനൊപ്പം കൂട്ടാനുള്ള വഴി ഒരുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ആ നടക്കുന്ന ക്ലാസ് നല്ല ബോറാണെങ്കിലും നമുക്കതൊന്ന് അറിഞ്ഞിരിക്കാം. കാരണം ഈ എപ്പിസോഡിൻ്റെ ടൈറ്റിലും ആ ക്ലാസ് മെൻഷൻ ചെയ്യുന്നത് ഒരേ കാര്യമാണ്.
ദ ഗ്രേറ്റ് സോൾഡിംഗ് അപ്പാരറ്റസ് ഓഫ് അവർ പ്ലാനറ്റ്സ് ഫംഗ്ഷൻ. ഭൂമിയിലുള്ള 20,000-ഓളം വിരകളിൽ ഒന്നിനെക്കുറിച്ചാണ് സാറ് പഠിപ്പിക്കുന്നത്. പാരസിറ്റിക്ക ല്യൂക്കോക്ലോറോഡിയം പാരഡോക്സം. ഈ വിരകൾ ഒച്ചുകളുടെ ശരീരത്തിനുള്ളിൽ കയറിപ്പറ്റി അവരുടെ കണ്ണുകൾ കൺട്രോൾ ചെയ്ത് വീർപ്പിക്കും. എന്നിട്ട് പല നിറങ്ങൾ വരുത്തി ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിലൂടെ പക്ഷികളെ ആകർഷിക്കും. എന്തിന്? അവരത് പറിച്ചെടുത്ത് തിന്നാൻ. അപ്പോൾ അത് പക്ഷിയുടെ വയറ്റിലേക്ക് പോകുമല്ലോ. ഈ വിരകളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ കണ്ണിൽ കയറിക്കൂടുക മാത്രമല്ല, ഒച്ചുകളുടെ തലച്ചോറിനെ വരെ ഹൈജാക്ക് ചെയ്ത് അതിൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിപ്പിക്കും. ഇത് കേട്ടിട്ട് എന്തെങ്കിലും സാമ്യത തോന്നുന്നുണ്ടോ? പെന്നിവൈസിൻ്റെ കുൽസിതവും ഇങ്ങനെയൊക്കെ പോലെ തന്നെയല്ലയോ? ഷാർലറ്റ് ഹാങ്കിൻ്റെ അമ്മയെ കാണാൻ പോയതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. തടവിലുള്ള ഹാങ്കിനെ സന്ദർശിക്കാൻ ഉള്ള അനുവാദം അടങ്ങിയ ഒരു അപേക്ഷയും അതിൽ അമ്മയുടെ ഒപ്പുമായി വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ ഹാങ്കിനെ ഷാർലറ്റിനെ കാണാനുള്ള ഒരു അവസരമാണ്. പക്ഷേ ഇടയിൽ നമ്മുടെ റൂസോ യാദൃശ്ചികമായി സ്റ്റേഷൻ വളപ്പിൽ വെച്ച് അവരെ കാണുന്നത് എന്തായാലും നല്ലതിനല്ല. അങ്ങനെ ഓഫീസറെ പോയി കണ്ട് ഹാങ്കിനെ കാണാൻ ആവശ്യപ്പെടുന്നതിലും തൊപ്പി ഉണ്ടായിട്ട് ഇടാതിരിക്കുന്നവൻ്റെ അൽക്കുലത്ത് വർത്തമാനം കുറച്ചു നേരം കാത്തിരിക്കണം. ചീഫ് വന്നാൽ അനുവാദം കിട്ടും. ബോവേഴ്സ് എപ്പോൾ വരുമെന്ന് പറയാനും പറ്റില്ല. അങ്ങനെയൊക്കെ ഈ അപമര്യാദയൊക്കെ കണ്ട് ചങ്കോറ്റമുള്ള ഷാർലറ്റോ കത്തി സ്റ്റൈലൊരു മാസിറക്കുവാണ്. ഹാങ്കിനെ കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ഒരു ടെലിഫോൺ വെച്ച് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ കാട്ടിത്തരും. സമരസേന ഒരു 5 എണ്ണമെങ്കിലും നാളെ സ്റ്റേഷന് മുന്നിൽ വന്ന് നീതിക്ക് വേണ്ടി നിൽക്കും. പിന്നെ നിങ്ങളൊക്കെ കുറച്ച് വിയർക്കും. തുരുപിടിച്ച കത്തിയിൽ ഓഫീസർ ഷാർലറ്റിന് അനുവാദം കൊടുക്കുമ്പോൾ ഹാങ്കിന് അവർ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഷോഷാങ് ജയിലിലേക്ക് പോകാനുള്ള അവസരം ഉണ്ടാക്കാതെ ഹൗസ് അറസ്റ്റിലേക്ക് ആക്കാനുള്ള നടപടിക്ക് ശ്രമിക്കാമെന്ന്. പക്ഷേ സത്യം എന്താണെന്ന് അറിയണം. കുട്ടികളെ കൊന്നിട്ടില്ലെന്നതിനെക്കുറിച്ചല്ല, ആ രാത്രി എവിടെയായിരുന്നു എന്നതിനെപ്പറ്റി. ഏറെ നേരത്തിനൊടുവിൽ റോണി ഒറ്റയ്ക്കാകുമോ എന്നുള്ള കൺസേണിൽ ഹാങ്ക് മനസ്സ് തുറക്കുമ്പോൾ സംഭവം ആ രാത്രി അയാളുടെ ഒരു സ്ത്രീക്കൊപ്പമായിരുന്നു. വിവാഹം കഴിഞ്ഞ ഒരു വെള്ളക്കാരിയുമായുള്ള അവിഹിതം. ഇക്കാര്യം പുറം ലോകം പറഞ്ഞാൽ പിന്നെ ഹാങ്കിന് ജയിലിൽ പോകേണ്ടി വരില്ല. ആ സ്ത്രീയുടെ ഭർത്താവ് തന്നെ അയാളെ കൊന്ന് വൈഫിനെ കെട്ടി തൂക്കത്തേ ഉള്ളൂ. ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവാത്ത വഴി ഉണ്ടെങ്കിൽ മാത്രം ശ്രമിക്കുക എന്ന് ഷാർലറ്റിൻ്റെ കയ്യിൽ നിന്ന് ഈ രഹസ്യം ആരോടും പറയില്ലെന്ന വാക്കു മേടിച്ച് വിടുന്നു. റോണിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എന്തെങ്കിലും വീഴുമോ എന്നറിയാനാണ് മാർജ് ലിലിയുടെ കൂടെ ഇരിക്കുന്നതിലും പ്രാധാന്യം ലിലിയെ നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീണ്ടും പഴയ പോലെ സുഹൃത്തുക്കളാകാമെന്നൊക്കെ പറഞ്ഞിരിക്കെ ഒരു ചെക്കൻ ടിം ഫ്ലാനഗൻ വന്നിട്ട് മാർജിനെ ലിലിയും കൈ കാട്ടിയിട്ട് പോയിരിക്കുന്നു. മാർജ് ആകട്ടെ മൂട്ടിക്കൊടുക്കുവാണ്. കണ്ടില്ലേ ലിലി, നിന്നെ ആ മൈക്ക് നോക്കുന്നത്, എന്തോ ഒരു നിന്നോടുണ്ട്. അങ്ങനെ പോയി ഒന്ന് സംസാരിക്കുന്ന എരികേറ്റി അവളെ വീഴ്ത്തുമ്പോൾ ഒന്ന് മുഖം കഴിയിട്ട് വരാമെന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോകുന്നു. സംഭവം ലിലി പോയി വലിയ കാര്യത്തിൽ ടിമ്മിനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അവർ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു പ്രാങ്കാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. പാറ്റി കേക്സും ടിമ്മും ഓടിയെത്തി മാർജിനോട് എന്തായെന്ന് തിരക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ലിലിയെ ഇങ്ങനെ പൊട്ടിയാക്കുന്നതിൽ നല്ല വിഷമമുണ്ട്. മനസ്സ് മാറും മുന്നേ പോയി വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് മാർജിനെ അവറ്റകൾ തെള്ളിവിടുമ്പോൾ എന്നുള്ളൊരു കാര്യം ഇതെല്ലാം നമ്മുടെ ടീംസ് തൊട്ടിപ്പുറത്തിരുന്ന് തന്നെ വീക്ഷിക്കുന്നുണ്ട്. ബാത്റൂമിൽ ചെല്ലുമ്പോഴോ ലിലി വളരെ എക്സൈറ്റഡായി നിൽക്കെ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ കയറുമ്പോൾ മാർജ് കണ്ണീരൊക്കെ ഒഴുകി ഇതൊരു കളിപ്പീരാണെന്ന് പറയാൻ ഒരുങ്ങുന്നതും അവൾക്ക് എന്തോ പോലെ. നോക്കുമ്പോഴോ മുന്നേ ഒച്ചിൻ്റെ കണ്ണിന് സംഭവിച്ചതായി കണ്ട അതേപോലെ സംഭവിക്കുന്നു മാർജിൻ്റെ കണ്ണിൽ. ഡിസ്കസ്റ്റിങ്. കണ്ണങ്ങനെ ബൾജ് ചെയ്ത് വരുന്ന കണ്ടിട്ട് അവൾക്ക് പേടിച്ചിട്ട് വയ്യ. അലർച്ച കേട്ട് ലിലി എന്തോ വിഷയമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു പില്ലെടുത്തിട്ട് കയ്യിൽ വെച്ച് മാർജിനോട് പറയുന്നത്, നിന്റെ മുമ്പിലുള്ളത് എന്തായാലും അത് പേടിപ്പിക്കാൻ നോക്കുക, നീ കണ്ണടച്ചു പിടി എന്നും. ചെന്ത് പറയാനാ, അവളുടെ പ്രശ്നമേ കണ്ണില്ല. ഉന്തിത്തള്ളി നിൽക്കുന്ന കണ്ണ് എങ്ങനെ അടയ്ക്കാനാണ്? അവളിറങ്ങി ഓടുന്നതിന് പിറകെ ലിലിയുടെ കയ്യിലുള്ള പില്ല് ടോയ്ലറ്റിൽ. പണ്ടാരം ഒന്നേ ഉള്ളൂ, ആരും കാണാണ്ട് അവളെ ക്ലോസറ്റിൽ കൈയിടുമ്പോൾ അതിലും ഭീകരം മാർജിൻ്റെ അവസ്ഥ. കണ്ണ് സോഡ ഗ്ലാസ് പോലെ ഒരു തരത്തിൽ ചെന്നെത്തുന്നത് കീരവാണിയുടെ ഫേവററ്റ് റൂമിലും. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയാണ് നടത്തി കൂട്ടുന്നേ? അവിടെ കാണുന്ന ഉളിയെടുത്ത് കണ്ണ് മുറിക്കാൻ നോക്കുന്നു. തടി കട്ട് ചെയ്യുന്ന മെഷീൻ ഓണാക്കി കണ്ണ് അതിലേക്ക് അടുപ്പിക്കുന്നതും ലിലി ഓടിയെത്തി വിളിക്കുന്നതിൽ ഒരു രക്ഷയില്ല. എന്നിട്ടും വെപ്രാളം തീരാതെ ഒരു ഉളിയെടുത്ത് കണ്ണിലേക്കിട്ട് കുത്തുന്നതും ലിലി ഓടി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിലും സംഭവം ഇതെല്ലാം അവളുടെ ഭീകരമായ തോന്നലാണ്. പെന്നിവൈസ് അവളുടെ മൈൻഡ് ഹൈജാക്ക് ചെയ്ത് തോന്നിക്കുന്ന നൈറ്റ്മെയർ. പക്ഷെ അതുപോലെ ഒടുവിൽ കണ്ണൊന്നടിച്ചു പോകുമ്പോൾ ലിലിയുടെ രൂക്ഷ പ്രശ്നം. പിള്ളേരെല്ലാം വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഉളി ലിലിയുടെ കയ്യിലും ചോരയിൽ കുളിച്ചു കിടക്കുന്ന മാർജും. ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് മലയാള സിനിമാ പ്രേമികളായ നമ്മുടെ ഗഡീസിനോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ റോസിൻ്റെ അഭ്യർത്ഥനയിൽ സൈറ്റിൽ കുഴിക്കേണ്ടെന്ന് പറഞ്ഞ ഏരിയയൊക്കെ ഫുള്ളറെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് അവിടെ കാര്യമായ ഒന്നുമില്ലെന്ന നിഗമനത്തിലെത്തി ഫ്രാൻസിസ് ഷാ റോസിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ച് നിൽക്കുകയാണ് ജനാല വഴി ആരോ എപ്പോഴും അറിയാതെ കൊണ്ടുവച്ചിട്ട് പോയ ഒരു ഫയൽ കാണുന്നത്. ആര് വെച്ചതായാലും അതിലുള്ളത് ഡിഗ് സൈറ്റിലെ ഫെൻസിന് പുറത്തായി നോക്കി നിൽക്കുന്ന ഡാനിയലിൻ്റെയും സംഘത്തിൻ്റെയും ചിത്രമാണ്. അടിക്കടി ഇവർ കുഴിയെടുപ്പ് നടത്തുന്നത് വന്ന് നോക്കി നിൽക്കാറുണ്ടെന്നുള്ള ഫുള്ളറിൻ്റെ വാക്കിൽ ജനറൽ ഒരു തീരുമാനമെടുക്കുകയാണ് അടുത്ത തവണ അവരെ സ്വാഗതം ചെയ്യാൻ. കാരണം ഷായ്ക്ക് മനസ്സിലായി അവർ തിരിയുന്നത് എന്തോ അത് ഡാനിയലിൻ്റെ സംഘത്തിനും അറിയാം. അവർ നിരീക്ഷിക്കുകയാണ് അതിനടുത്ത് എത്തുന്നുണ്ടോ എന്നതറിയാൻ. ഷാർലറ്റിനെ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് കണ്ട റൂസോ ഇക്കാര്യം ഹാൻലാനോട് പറഞ്ഞു. ഇത് വീട്ടിൽ ഒരു കൊച്ചു തർക്കത്തിനിടയാവുന്നു. മാർജിൻ്റെ കണ്ണുപോലെ പ്ലക്കെന്നിരിക്കുന്ന ഒരു ഫ്രൂട്ട് കണ്ടിക്കുന്ന ഷാർലറ്റിൻ്റെ അടുത്തേക്ക് സ്റ്റേഷനിൽ പോയി വിവരം തിരക്കുന്ന വഴിക്ക് അറിയുന്നു അത് കുട്ടികളുടെ മിസ്സിംഗ് കേസിൽ അറസ്റ്റിലായ ഹാങ്കുമായി ബന്ധപ്പെട്ടതാണെന്നും ഒപ്പം ഹാങ് ചെയ്യാത്ത കുറ്റത്തിലാണ് അകത്ത് കിടക്കുന്നതെന്നും
അയാളുടെ മകൾ ബില്ലിൻ്റെ സുഹൃത്താണ് നമ്മളെ വിവരം. ഇവിടെ വെച്ച് നമ്മൾ അറിയുന്ന ഒരു സംഭവം, ഈ ഷാർലറ്റ് ഇതേപോലെ മൂവ്മെൻറ്റ്സിനൊക്കെ ഇറങ്ങിയ വഴിക്ക് മുന്നേ അറസ്റ്റിലായ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻലൺ എല്ലാത്തിൽ നിന്ന് ഒഴി നിൽക്കാൻ പറഞ്ഞതായിരുന്നു. ഇപ്പോഴും ആവർത്തിക്കുകയാണ് അങ്ങനെ, കാരണം ആ രക്തത്തിളപ്പ് ഇപ്പോഴും ഉണ്ടെന്ന് ക്ലിയറായി അറിയാം. ഷാർലറ്റ് കാമായി എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണമെന്ന് പറഞ്ഞു നിൽക്കുന്നതിലും ഹാൻലൺ ബേസിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാഷ്വലായി ഷെയർ ചെയ്യാത്തതിൻ്റെ നീരസം അവരുടെ ഉള്ളിലുണ്ട്. രാത്രിയാകുമ്പോൾ ഇതേ വീട്ടിൻ്റെ മുകളിൽ കിടക്കുന്ന വില്ലിന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവൻ എന്നാൽ പിന്നെ ടെലിസ്കോപ്പിൽ പണിയാമെന്നങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി പിന്നെ തെരുവീതിയിലൂടെ അങ്ങനെ ഓടിക്കുകയാണ്. ആഹാ, ഒരുത്തൻ പട്ടിയുമായിട്ട് എന്ത് രസമായിട്ടാണ് പോണേ നോക്കിയേ. പെട്ടെന്ന് വില്ലിൻ്റെ നിലവിളി കേട്ട് ഹാൻലൺ ഓടി വരുമ്പോൾ താഴെ നിന്നാരെ ഇങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് വിറങ്ങലിച്ച് പറയുന്ന കേട്ട് ഒരു സ്റ്റീൽ വടിയെടുത്ത് പുറത്തുപോയി ആരായാലും ഇറങ്ങി വരാൻ ആക്രോശിക്കുന്നതിലും അനക്കമില്ല. എന്തായാലും വില്ലിൻ്റെ മുമ്പിൽ വീണ്ടും എത്തിയിരിക്കുന്നത് ആ വിദൂഷകനാണ്. ഹാൻലൺ പക്ഷേ അവിടെ മരത്തിലായി വേറൊരു സംഭവം കണ്ടെത്തുന്നതാകട്ടെ പെന്നി വൈസിൻ്റെ സ്വന്തമായ മുന്നേ പുഴയെടുത്ത് വെച്ച് കണ്ട റെഡ് ബലൂണും. എന്തായാലും ഇതോടെ കുട്ടികളെ വിട്ടിപ്പോൾ വലിയവരിലേക്കും ഭീകരതയുടെ കാറ്റ് വീശുന്നത് തുടരുമ്പോൾ ഹാൻലണിന് അരിശ മെരിച്ചു കയറുവാണ്. അടുത്ത ദിവസം തന്നെ വിരകിപ്പാഞ്ഞ് ഷായ്ക്കടുത്തേക്ക് തെളിത്തുറ നിർത്തി എന്ത് നാശമാണ് നിങ്ങൾ ഞങ്ങളെക്കൊണ്ട് തേടിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ജനറൽ നേരെ കൊണ്ട് നിർത്തുന്നത് ഒരു ചോദ്യം ചെയ്യൽ റൂമിന് മുന്നിലേക്കാണ്. അവിടെ ഒടുവിൽ ടാനിയലിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അവർ അന്വേഷിക്കുന്ന ആ വെപ്പൺ എവിടെയെന്നറിയാനായിട്ട്, അതും ഡിക്കിൻ്റെ ഷൈനിങ് എബിലിറ്റി വെച്ച്. ആദ്യം സൗമ്യമായി ചോദിക്കുന്നതിലും അവൻ സ്ട്രോങ് ആണ്, ഒന്നും മിണ്ടുന്നില്ല. ഒടുവിൽ ഡിക്ക് ആ എബിലിറ്റി എടുക്കുന്നതും ഡാനിയലിൻ്റെ മൈൻഡിലേക്ക് കയറി അവരുണ്ടാകുന്ന അതേ സ്ട്രെയിനും വേദനയും ഡിക്കിനുമുണ്ടായി. ഒരു നിമിഷത്തിനുള്ളിൽ അവൻ്റെ തലയിൽ കയറി കൂടിയിരിക്കുകയാണ്. ടാനിയലിൻ്റെ ഒരു മെമ്മറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നല്ല ക്യൂട്ടായ കൊച്ചു ടാനിയൽ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ആൻറ്റി റോസ് ചെല്ലുവാണ്. കുറച്ചു നേരം ഇരുന്ന ശേഷം അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഇതിഹാസങ്ങളും ചരിത്ര കഥകളും ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മറക്കരുതെന്നും ഓർത്തെടുക്കാനും പറയുന്നതിലൂടെയാണ് നമ്മൾ ആ ഒരു വലിയ ഒറിജിൻ സ്റ്റോറി അറിയുന്നത്. ഭൂമിയിലേക്ക് നക്ഷത്രത്തിനുള്ളിലായി വന്നു ഭവിച്ച കോസ്മിക് എൻറ്റിറ്റി. ആ മെമ്മറിക്ക് ഇപ്പോൾ ഡിക്കിൻ്റെ കൺട്രോളിലാണ്. ചരിത്രം അറിയുന്നതും റോസ് അഭിനന്ദിക്കാൻ അടുത്തേക്ക് എത്തുന്നതും. ഇനി ഡിക്കിനറിയേണ്ടത് ആ സ്തംഭങ്ങൾ, ആ പില്ലേഴ്സ് അതെവിടെയാണ്, എങ്ങനെ കണ്ടെത്തുമെന്നും. ചെറിയ ഭയത്തോടെ കൊച്ചു ഡാനിയിൽ പോയി കഥക് തുറക്കുന്നതും വലുതായി ട്രാൻസ്ഫോം ആവുന്ന അവൻ ചൂണ്ടിക്കാട്ടുകയാണ് ഒരു ഭീതിതമായ ബ്ലങ്കാവ്. അവിടുത്തെ തകർന്ന കിടറ്റിലെ ടണൽ വഴി പോയാൽ ആ പില്ലേഴ്സിലേക്ക് എത്താം. എന്നാൽ ടാനിയലിൻ്റെ വെളിപ്പെടുത്തൽ കേൾക്കുന്ന ഡിക് ഹാലോറാനിൽ ഈ അധ്യായം ഇവിടെ തീരുമ്പോൾ ഗായ്സ് നമ്മൾ വീണ്ടും നെയ്ബോൾ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈറ്റിൻ്റെ ആദ്യ ചിത്രത്തിൽ നമുക്ക് ഈ വീടിനെ നല്ലവണ്ണം അറിയാൻ സാധിക്കും. വെൽ ഹൗസ് എന്നറിയപ്പെടുന്ന ഈ ഹോണ്ടഡ് ഹൗസിലാണ് ഈറ്റ് വിഹരിക്കുന്നത്. മിക്ക പ്രധാന സംഭവങ്ങളും ഈ വീടിൻ്റെ ഓടയുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇനി ആ വരവാണ് ഏവരും കാത്തിരിക്കുന്ന തലയവർ ദർശനം. അപ്പോൾ നിങ്ങളുടെ ഒരു ലോഡ് തിയറീസും കണ്ടുപിടുത്തങ്ങളും ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ആമകളുടെ റെഫറൻസും ആമയുടെ തോട് ബൗണ്ട് ചെയ്തതായി കണ്ട ആ ചീടുകളെക്കുറിച്ചുമൊക്കെ. എന്നാൽ എല്ലാം ഉഷാറാവട്ടെ. പുതിയ എക്സ്പീരിയൻസുമായി വീണ്ടും കാണാം. ശുഭമസ്തു.